ADGP MR അജിത് കുമാറിന്റെ ശബരിമല ട്രാക്ടർ യാത്ര കേസ് അവസാനിപ്പിച്ച ഹൈക്കോടതി. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്ന് MR അജിത് കുമാറിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. രേഷ്മ ബാബു ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രേഷ്മ, ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ADGP MR അജിത് കുമാർ ശബരിമലയിലേക്ക് ട്രാക്ടർ യാത്ര നടത്തിയ സംഭവത്തിൽ നേരത്തെ ഹൈക്കോടതി സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വമേധയാ ഹർജി ഫയൽ സ്വീകരിച്ചിരുന്നു. ഈ ഹർജിയിലെ തുടർ നടപടികളാണ് ഡിവിഷൻ ബെഞ്ച് നിലവിൽ അവസാനിപ്പിച്ചിരിക്കുന്നത്. അതായത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശം അജിത് കുമാറിന് ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. അജിത് കുമാർ നൽകിയ വിശദീകരണം എന്ന് പറയുന്നത് ആരോഗ്യ കാരണം അതിന്റെ ഒരു സമ്മർദ്ദ ഫലമായിട്ടാണ് താൻ ട്രാക്ടർ ഉപയോഗിച്ച് ശബരിമലയിലേക്ക് യാത്ര നടത്തിയത് എന്നുള്ളതായിരുന്നു രേഖാമൂലം അജിത് കുമാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം. ഈ വിശദീകരണം അംഗീകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഒരു മുന്നറിയിപ്പും നൽകിക്കൊണ്ട് ഇപ്പോൾ ഈ തുടർ നടപടികൾ അവസാനിപ്പിച്ചത്. നേരത്തെ വലിയ രീതിയിലുള്ള വിമർശന ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഈ സംഭവത്തിന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ചില ചിത്രങ്ങൾ സഹിതമാണ് ADGPയുടെ ട്രാക്ടർ യാത്ര ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. നേരത്തെ ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ട്രാക്ടറിൽ ഭക്തരെ കൊണ്ടുപോകരുത് എന്നുള്ളതായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്. പക്ഷെ ഈ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ADGP തന്നെ ഇത്തരത്തിൽ യാത്ര നടത്തിയത് അത് തെറ്റായൊരു സമീപനത്തിന്റെ തുടക്കമെന്നായിരുന്നു ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിരീക്ഷിച്ചത്. തുടർന്നാണ് സ്വമേധയാ ഹർജി ഫയൽ സ്വീകരിച്ചുകൊണ്ട് ADGPയോട് അടക്കം മറുപടി തേടുകയും ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് നിലവിൽ ശബരിമലയിലെ പോലീസിന്റെ ചുമതലയുള്ള വ്യക്തി സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ള മറുപടി ഹൈക്കോടതി തേടിയിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ADGP നൽകിയ മറുപടി അത് അംഗീകരിച്ചുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ മേലിൽ ആവർത്തിക്കരുത് എന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അജിത് കുമാറിനെതിരായിട്ടുള്ള ഹർജിയിലെ തുടർ നടപടികൾ ദേവസ്വം ബെഞ്ച് അവസാനിപ്പിച്ചിട്ടുള്ളത്. രേഷ്മ, ഇതോടൊപ്പം തന്നെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത് എന്നൊരു താക്കീത് കൂടി ഇപ്പോൾ ഹൈക്കോടതി നൽകിയിരിക്കുകയാണ് അല്ലേ? അതെ ദേവിക, അതായത് ഇത്തരം സംഭവങ്ങൾ മേലിൽ ആവർത്തിക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതി താക്കീത് നൽകുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നേരത്തെ ഹൈക്കോടതിയുടെ തന്നെ ഉത്തരവുണ്ട്. ആ ഉത്തരവ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ലംഘിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് കോടതിയോടുള്ള ഒരു നിഷേധിക്കൽ അല്ലെങ്കിൽ കോടതിയെ അവഗണിക്കൽ എന്നുള്ള ഒരു സമീപനമായിട്ട് മാറും. അതുകൊണ്ട് തന്നെയാണ് മേലിൽ ഇക്കാര്യം ആവർത്തിക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു താക്കീത് ഹൈക്കോടതി നൽകിയിട്ടുള്ളത്. എന്തായാലും ആരോഗ്യ പ്രശ്നം പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു വിശദീകരണമാണ് ADGP നൽകിയത്. അത് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ തുടർ നടപടികൾ ഹൈക്കോടതി അവസാനിപ്പിച്ചിട്ടുള്ളത്. നേരത്തെ ഈ ശബരിമല സ്പെഷ്യൽ കമ്മീഷനാണ് ഈ ഒരു റിപ്പോർട്ട് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തത്. അതായത് ശബരിമലയിലേക്ക് ADGP ട്രാക്ടർ യാത്ര നടത്തുന്നതിന്റെ ഫോട്ടോ ഉൾപ്പെടെ അതിൽ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സ്വമേധയാ ഹർജി ഹൈക്കോടതി സ്വീകരിക്കുകയുമായിരുന്നു. എന്തായാലും ADGPയുടെ വിശദീകരണം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഹർജിയിലെ തുടർ നടപടികൾ ഹൈക്കോടതി അവസാനിപ്പിച്ചിട്ടുള്ളത്. ശരി രേഷ്മ.